ഭേദം ഇനി എത്ര നരച്ച മുടിയാണെങ്കിലും നമുക്ക് കറുപ്പാക്കാനും അതുപോലെ തേച്ച് ഉടഞ്ഞ് നമുക്ക് പുറത്തു പോകാനും നമ്മുടെ തുണിയിലോ കയ്യിലോ ഒന്നും ഒട്ടിപ്പിടിക്കാത്ത അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം മതി. ഇതുകൊണ്ട് തലയിലേക്കൊന്ന് തൊട്ട് നോക്കും. എത്ര നരച്ച മുടിയാണെങ്കിലും കറുപ്പാക്കാനും അതുപോലെ തന്നെ നല്ലപോലെ മുടി വളരാനും സഹായിക്കുന്ന അടിപൊളി കിടക്കാച്ചൊരു സൂത്രമാണ്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ എടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ നമ്മുടെ തേയിലപ്പൊടിയാണ്. നല്ല ക്വാളിറ്റിയുള്ള തേയിലപ്പൊടി എടുക്കണം. നല്ല കളർ കിട്ടുന്ന നല്ല ക്വാളിറ്റിയുള്ളത് നോക്കി നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് 2 ടീസ്പൂൺ എടുക്കണേ. ഇത് 2 ടീസ്പൂൺ എടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ കരിഞ്ജീരകമാണ് കേട്ടോ. അപ്പോൾ കരിഞ്ജീരകം മുടിക്ക് വളരെ നല്ല ഗുണങ്ങൾ തരുന്നതാണ്. കരിഞ്ജീരകം മുടി വളരാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നരച്ച മുടിനെ ഡാർക്ക് ഷെയ്ഡിലേക്ക്, അത് ഇരുണ്ട ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ് കരിഞ്ജീരകം. കരിഞ്ജീരകത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ തേയിലപ്പൊടി വളരെ നല്ലതാണ്. മുടിക്ക് നല്ല കട്ടിയോടുകൂടി തന്നെ മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ് തേയിലപ്പൊടി. അപ്പോൾ ഇത് 3 എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടിയൊന്നും എടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. മഞ്ഞൾപ്പൊടി അലർജി ഒന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ സഹായിക്കുന്നതാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് നമ്മൾ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്ക് അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ചൂടായ ചട്ടിയിലേക്ക്, ഇരുമ്പ് ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത്, നല്ലപോലെ ഒന്ന് കത്തിച്ച് കരിച്ചെടുക്കണം കേട്ടോ. കരിച്ചിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ ഇത് വറുത്ത് കരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നല്ല ഇത് കരിഞ്ഞ് വരുന്ന കൂട്ടത്തിൽ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ നെല്ലിക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നെല്ലിക്കാപ്പൊടി നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം മുടിക്ക് കറുപ്പ് നൽകാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ മിസ്സാക്കരുത്. ഇത് കറക്റ്റായിട്ട് തന്നെ ഈ അളവിൽ തന്നെ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ അളവ് കൂട്ടി നിങ്ങൾക്ക് എടുത്തിട്ട് കുറച്ച് ഏറെ നിങ്ങളിങ്ങനെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ തലയിലേക്ക് ആവശ്യം, ഇപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് കഴുകിപ്പോലും കളയാതെ തന്നെ നമുക്ക് പോകാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ നല്ല രീതിയിൽ തന്നെ ഞാനിതൊന്ന് വറുത്ത് കരിച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഒരു അതിൻ്റെ ഈ നമ്മുടെ കരിഞ്ചീരകം നല്ല കത്തി കരിഞ്ഞിട്ടുണ്ട്. അത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു ഡാർക്ക് കളർ നമ്മുടെ കൈ വരുന്ന കണ്ടില്ലേ. ഈ ഒരു കളർ നമ്മുടെ മുടിയിൽ പിടിക്കുമെന്ന് ഉറപ്പാണ്. നമ്മളിത് മാസത്തിൽ 1 മാത്രം നിങ്ങൾ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറേ വെച്ചൊന്ന് പൊടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ നമുക്കിതുപോലെ ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറണ്ടൊന്നും ചിലവാക്കേണ്ട കാര്യമില്ല. ഇതുപോലെ കല്ലുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് ശക്തിയുണ്ട്. നമ്മുടെ കാര്യം നല്ലപോലെ കരിഞ്ഞിരിക്കുന്നതായത് കാരണം. അതിനുശേഷം നമുക്ക് നല്ലപോലെ പൊടിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ച് നമുക്കൊരു ബൗളിലേക്ക്, ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്ലേറ്റിൽ തന്നെയിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എടുത്തിട്ട്, അപ്പോൾ ഇത് കണ്ടില്ല, പൊടിഞ്ഞ് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു കറുപ്പ് കണ്ടില്ല. ഈ ഒരു കറുപ്പ് നമ്മുടെ ഓരോ നടച്ച മുടിക്കും പിടിക്കുന്നതാണ്. കെമിക്കലൊക്കെ അടിച്ച് കറുക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ആ കറുത്ത് കിട്ടില്ലെങ്കിൽ ഇത് മുടി വളരെ നല്ലതായതുകൊണ്ട് ഇരിക്കെ നല്ല രീതിയിൽ തന്നെ മുടിക്ക് നല്ലൊരു മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലരുടെ മുടിയിലും പതുക്കെ പിടിക്കും. കാര്യം ചിലരുടെ മുടി വ്യത്യാസങ്ങൾ കാണും. കട്ടിയുള്ള മുടി, സ്പോഞ്ച് പോലത്തെ, പഞ്ഞി പോലത്തെ മുടിയൊക്കെ ഉള്ളവർ കാണും. അപ്പോൾ ആ ഒരു മുടിക്കൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് ഞാൻ ഈ 2 ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടിപ്പ്, ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് തലയിൽ തേച്ചിട്ട് പുറത്തോട്ട് വേണേൽ നമുക്ക് പോകാൻ പറ്റും. കാര്യം നമുക്ക് വളരെ നല്ല രീതിയിൽ റിസൾട്ട്. ഇപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ കണ്ടില്ലേ, ഈ ഒരു റിസൾട്ട് കണ്ട ശരിക്കും ഞെട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തലയിൽ തോർത്ത് കൊണ്ടുവാണെങ്കിലും വെള്ള തുണി കൊണ്ടാണെങ്കിലും തോർത്തിയാൽ പോലും മഴയത്ത് ഇറങ്ങി നിന്നാൽ പോലും നമ്മുടെ മുടിയിൽ നിന്ന് അത് കളർ പോകത്തില്ല. കാര്യം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ, കണ്ടില്ലേ, ഈ ഒരു ബ്ലാക്ക് കളർ നമ്മുടെ മുടിയിൽ ചെറിയ എനിക്ക് നരയുണ്ടായിരുന്നു. എൻ്റെ നെറ്റിയുടെ സൈഡിലൊക്കെ നല്ല ചെറിയ രീതിയിൽ നരയുണ്ടായിരുന്നു. അതെല്ലാം നല്ല രീതിയിൽ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദേ വെള്ളത്തിൽ ഞാൻ കഴുകി വരെ ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. കഴുകിയാൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് പോലും പോകാൻ ഇച്ചിരി പാടാണ് കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ മുടിയിൽ വെളുത്ത മുടി നല്ല രീതിയിൽ കറുത്ത് തിളങ്ങും. അത്ര നല്ല റിസൾട്ടാണ്. ഇപ്പോൾ എൻ്റെ തലമുടിയിൽ ഒരു സൈഡിൽ കണ്ടില്ലേ, ഈ ഒരു സൈഡിലാണ് കൂടുതൽ ചെറിയ നരകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ തലമുടിയിലെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഏത് സ്റ്റൈലിലാണ് നിങ്ങൾ മുടി. അപ്പോൾ അത്യാവശ്യമായിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഷാളൊക്കെ എടുത്തിടുമ്പോൾ ചിലർ പറയും ഷാളിലൊക്കെ ഒട്ടി
പിടിക്കത്തില്ലെന്ന് ഇല്ല, ഞാൻ കാണിച്ചു തരുന്നില്ല, തെളിവ് സഹിതം കാണിച്ചു തരാം. ഇപ്പം ഞാൻ കണ്ടില്ലേ തലമുടിയിലെല്ലാം ഞാൻ തേച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഞാൻ തൂത്ത് നോക്കിയിട്ട് എൻ്റെ കയ്യിലും പറ്റുന്നില്ല. കണ്ടില്ല, കയ്യിലൊരു തുള്ളി പോലും പറ്റിയിട്ടുമില്ല. നല്ല സ്റ്റിക്കായിട്ട് നല്ല ഉണങ്ങിയിരിക്കും. ഇതിപ്പോൾ കൂടുതൽ സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു പൊടിയിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് പോയാൽ അലോവേര ജെല്ല് ചേർക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. നല്ലൊരിതാണ്. ഇപ്പം ഞാൻ എൻ്റെ ഷാളും കൊണ്ട് തന്നെ, നല്ല പുതിയ ഷാളും കൊണ്ട് തന്നെ ഞാനത് ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ തുടച്ചടിച്ച് ഒരു തുള്ളി പോലും ഒരു കറുപ്പ് ആ ഒരു കളറ് ഡാർക്ക് കളർ ബ്ലാക്ക് കളർ ഒന്നും നമ്മുടെ ഷാളിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് പുറത്തും പോകാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ നമ്മൾ കുളിക്കുന്ന ആ സമയത്ത് ചെറിയ ഷാമ്പു വെച്ചിട്ട്, അതായത് വീര്യം കുറേ ഷാമ്പുവോ താളിയോ വെച്ച് കഴുകി കളഞ്ഞാൽ മാത്രം മതി. അതുപോലെ തന്നെ ചിലർക്ക് പിരികമൊക്കെ കുറവായിരിക്കും, ചിലർക്ക് 100 പോലത്തെ പിരികമായിരിക്കും. ഒരുപാട് കട്ടിയുള്ള പിരികമൊക്കെ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് നമ്മുടെ പിരികത്തിൽ തേച്ച് കൊടുക്കാൻ മതി. നമ്മൾ കിടക്കുന്ന മുമ്പ് നമ്മുടെ പിരികത്തിലായിട്ട് ഇതുപോലെ നമ്മൾ കണ്ണെഴുതുന്ന പോലെ പിരിക എഴുതുന്ന പോലെ തന്നെ കുറച്ച് കയ്യിലെടുക്കാണ്ട് നമ്മുടെ പിരികത്തിലേക്ക് തേച്ച് കൊടുക്കുക. ഇത് നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി, നമ്മുടെ പിരികം നല്ല രീതിയിൽ കട്ടിക്ക് തന്നെ നല്ല സൂപ്പറായിട്ട് വളർന്ന് നല്ല ഷേപ്പിൽ തന്നെ വളർന്നു വരാൻ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ, ഇതേ രീതി നല്ല ഒരു കളറായിട്ട് തന്നെ നമ്മുടെ പിരികമൊക്കെ നല്ല വളർന്നു വരും. അപ്പോൾ നമ്മുടെ പിരികത്തിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പിരികം വരെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സൂപ്പറാണിത്. അപ്പോൾ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ്, ഇത് നമ്മൾ കരിഞ്ജീരകം പൊടിച്ച ആ ഇടികളിലുണ്ടല്ലോ, ആ കല്ല് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു വെള്ളമാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് രണ്ടാമത്തെ ടിപ്പിനായിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൊടി 1 ടീസ്പൂണും കൂടെ ഇട്ട് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ വീഡിയോസ് ഞാൻ ഹെയർ ഡേയുടെ ഒക്കെ എല്ലാത്തും കിച്ചൺ ടിപ്സിൻ്റെ എല്ലാം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയറും ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇത് കണ്ടില്ലേ, ഞാൻ ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കും നമ്മുടെ ഹെന്ന പൗഡറാണ്. ഇത് നമ്മൾ മാസത്തിൽ 1 ചെയ്താൽ മതി. നമ്മൾ എന്തായാലും നിങ്ങൾ ഹെന്ന ചെയ്യുന്നവരായിരിക്കും. ഹെന്ന ചെയ്തതിന് ശേഷം നമ്മൾ തലയിലേക്ക് എന്ത് അപ്ലൈ ചെയ്ത് കൊടുത്താലും നമ്മുടെ ആ ഒരു ഹെന്ന ചെയ്ത ആ മുടിയിൽ നല്ല രീതിയിൽ ഡാർക്ക് കളർ പിടിക്കും കേട്ടോ. കെമിക്കലല്ല, നമ്മൾ നാച്ചുറലായിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇരുണ്ട ഷെയ്ഡിലേക്ക് നമ്മുടെ നരച്ച മുടി വരുന്നതാണ്. അപ്പോൾ ഞാൻ ഹെന്ന ചെയ്യാനായിട്ടാണ്. അപ്പം മാസത്തിൽ 1 മാത്രം ഹെന്ന ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ എണ്ണ ആ ഒരു മിക്സി നമ്മൾ എടുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അത് തേച്ച് വെക്കുക, കൂട്ടി വെക്കരുത്, നല്ല രീതിയിൽ തേച്ച് വെക്കുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകിൽ രാവിലെ വെച്ചിട്ട് രാത്രിയിലെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ രാത്രിയിൽ ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് രാവിലെ എടുത്ത് വേണം നമ്മുടെ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മുടെ ഒരു പച്ച കളറാണല്ലോ ഇതിനൊക്കെ. നമ്മൾ ഇപ്പം ഞാൻ രാവിലെയാണ് ഇത് ചെയ്ത് വെക്കുന്നത്. രാത്രിയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല രീതിയിൽ തന്നെ ഒരു ബ്ലാക്ക് നല്ലപോലെ കട്ട കറുപ്പായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നല്ല രീതിയിൽ തന്നെ കറുത്തിട്ട് അത് കിട്ടിയിട്ടുണ്ട്. കാര്യം ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രം നിങ്ങൾ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇപ്പം നമുക്കൊരു അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമ്മുടെ നരച്ച മുടിയിനൊക്കെ ഒന്ന് കറുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ചിലർ പോയി കെമിക്കലൊക്കെ മേടിച്ച് പെട്ടെന്ന് അടിച്ച് സുന്ദരിയാകും. പക്ഷേ നമ്മുടെ മുടിക്ക് തന്നെ അത് ഭയങ്കര കേടാണ്, നമ്മുടെ തലയ്ക്കൊക്കെ ഭയങ്കര കേടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എണ്ണ ഇങ്ങനെ തയ്യാറാക്കുക, തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം 2 മകനും നിങ്ങൾക്ക് ടൈം എത്ര കിട്ടുന്നോ അതിനനുസരിച്ച് നിങ്ങൾ കഴുകി കളയുക. അതിനുശേഷം നമ്മൾ നീലാമ്പരി ചെയ്യുന്നവർക്ക് നീലാമ്പരി ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഈ ഞാൻ കരിഞ്ജീരകത്തിൻ്റെ ഒരു മിക്സൊക്കെ ചെയ്തതിന് കൂടെ തന്നെ നിങ്ങൾക്ക് പിന്നെ നീലാമ്പരി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം നമ്മുടെ ആ ഒരു മുടി ഇരുണ്ട ഷെയ്ഡിലേക്ക് വരുന്നതാണ്. കണ്ടില്ലേ, ഈ ഒരു കളറാണ് നമ്മളിപ്പോൾ ഞാൻ വൈകുന്നേരം എടുത്തപ്പോൾ കിട്ടിയത്. കണ്ട ആ ഒരു നമ്മുടെ ഹെന്ന പൗഡർ ഇത്ര നല്ല രീതിയിൽ കറുപ്പായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ തലമുടിയിലേക്ക് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തലമുടി എന്തൊരു കവർ വെച്ചിട്ട് തുണി വെച്ച് കിട്ടുന്നതിനെക്കാട്ടും നല്ലൊരു കവർ വെച്ചിട്ടൊന്ന് കെട്ടിവെക്കുക. കാര്യം ഇങ്ങനെ അതിലിങ്ങനെ ഇരുന്ന് നമ്മുടെ മുടിയിലേക്ക് അത് പിടിക്കണം. അതുകൊണ്ടാണ് കവർ വെച്ച് കെട്ടിവെക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊന്നും വീഴാതിരിക്കാനും ഒക്കെ കൂടിയാണ് അങ്ങനെ കെട്ടിവെക്കുന്നത്. പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കളർ നല്ല രീതിയിൽ പിടിക്കും ഇങ്ങനെ കവർ വെച്ച് കെട്ടി വെക്കുമ്പോൾ. അതിനുശേഷം 1 മണിക്കൂറോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ നമ്മൾ ഷാമ്പു ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.